ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ വദയേ നമ. കോജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. വാൽമീകിരങ്കിരി സംഭൂതൻ രാമം ഭൂനിധി സങ്കത ശ്രീമദ് രാമായണീ ഗംഗാപുനാദു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 133 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുമ്പ് നമ്മൾ കണ്ടത് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം സുഗ്രീവൻ വരാത്ത കണ്ടുകൊണ്ട് അല്പം ക്രോധിച്ച രാമൻ ലക്ഷ്മണനെ പറഞ്ഞയച്ചു. ലക്ഷ്മണൻ കിഷ്കിന്ധാപുരിയിലെ എത്തി കൊട്ടാരത്തിനടുത്ത് കിടന്നു. താര അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. അതിനുശേഷം സുഗ്രീവനായിട്ട് കണ്ടുമുട്ടി. സുഗ്രീവൻ പറഞ്ഞു, എനിക്ക് കാര്യമായ തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മണന് ക്രോധമൊക്കെ ശമിച്ചു. അവർ തമ്മിൽ സൗഹൃദത്തിലായിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, സർവദാഹി മമ ഭ്രാത സനാഥോ വാനരേശ്വര ത്വയാ നാഥേന സുഗ്രീവ പ്രശ്രുതേന വിശേഷത. അല്ലയോ, അങ്ങനെക്ക് ഭ്രാതാവിനെ പോലെയാണ്, സർവദാ ഞാനിപ്പോൾ സനാഥനായതുപോലെ തോന്നുന്നു എന്നൊക്കെയാണ് ലക്ഷ്മണൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി രാമനടുത്തേക്ക് പോവാം അവരുറപ്പിച്ചു. അതിനു മുമ്പായിട്ട് രാമസന്നിധിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ സുഗ്രീവൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു. തനിക്ക് വിശ്വസ്തനായ ഹനുമാനെ വിളിച്ചിട്ട് എല്ലാ വാനരന്മാരോടും വളരെ വേഗത്തിലെത്താൻ വീണ്ടും ആജ്ഞ കൊടുത്തു. നേരത്തെ ദൂതന്മാരെ പറഞ്ഞേക്കാണ് ചെയ്തത്. എല്ലാ ഭാഗത്തുള്ള വാനരന്മാരോട് വേഗത്തിൽ 15 ദിവസത്തിലേക്ക് എത്തണം അനുജ്ഞാപിച്ചിരുന്നു. അവരെ തിരക്ക് കൂട്ടാൻ വേണ്ടി വേറെ ദൂതന്മാരെ അയക്കാൻ. അതുപോലെ കുറച്ച് വിസ്തരിച്ചിട്ട് 37-ാമത്തെ സർഗത്തിൽ പറയുന്നുണ്ട്. എവിടെയൊക്കെയുള്ള വാനരന്മാരോടാണ് വരേണ്ടതെന്നൊക്കെ വിസ്തരിച്ച് പറയുന്നതാണ്. മഹേന്ദ്രപർവ്വതം, ഹിമവാൻ, വിന്ധ്യൻ, കൈലാസം, അന്തരം, പാണ്ഡുശിഖരം, പഞ്ചശൈലങ്ങൾ, പടിഞ്ഞാറേ സമുദ്രതീരം, ഇങ്ങനെ ഇവിടെയൊക്കെ ഇരിക്കുന്ന പലതരത്തിലുള്ള വാനരന്മാരുണ്ട്. പലതരത്തിലുള്ള സ്വഭാവത്തോടുകൂടെ പല വിശേഷങ്ങളായ ആകൃതികളോടുകൂടെ അവരോടൊക്കെ വരണം എന്ന് പറയാൻ. അതിപ്പോൾ നമ്മൾ അത്ര വിസ്തരിക്കേണ്ടതില്ല, കാരണം അതുകൊണ്ട് പ്രയോജനം. കുറേ സ്ഥലപ്പേര് പറയുകയും അവരൊക്കെ കേമായിട്ടുള്ള ആൾക്കാരാണ്, അവരൊക്കെ വിളിച്ചുകൊണ്ടുവരുമെന്ന് പറയാൻ. അതാണ് ഈ 37-ാം സർഗത്തിലെ 15ഓളം ശ്ലോകങ്ങളിലുള്ളത്. പല വിധത്തിലുള്ള വാനന്മാരുടെ വർണ്ണനകളാണ്. അവരെയൊക്കെ വിളിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞതാ, തസ്യവാനരാജസ്യ ശ്രുത്വാ വായുസുതോ വചാം. അപ്പോൾ ഈ വായുസുതനായിരിക്കുന്ന ഹനുമാനാകട്ടെ എല്ലാ ദിക്കിലേക്കും ആളെ പറഞ്ഞേക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സുഗ്രീവനോട് കൂടിയിട്ട് ലക്ഷ്മണൻ രാമപാർശ്വത്തിലേക്ക് പോകുന്നത്. അവിടെ ഓരോ ദിക്കിലുള്ള വാനരന്മാർ അപ്പോഴേക്ക് എത്തിത്തുടങ്ങി. വാനരന്മാരുടെ വിസ്തരിച്ച വർണ്ണനുണ്ട്. എങ്ങനെയുള്ളവരൊക്കെയാണ് അവർ സമുദ്രപ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും വനങ്ങളിലും സരസ്സുകളിലും ഒക്കെ കഴിയുന്നവരാണ്. അസ്തമയ പർവ്വത നിവാസികളായിട്ടുള്ളവരുണ്ട്. ഉരുക്കിയ സ്വർണത്തിൻ്റെ നിറമുള്ള 10 കോടി വാനരന്മാർ എത്തിച്ചേർന്നു എന്നൊക്കെയാണ് വർണ്ണന. അതൊക്കെ വളരെ രസകരമായിട്ട് വർണ്ണിക്കുന്നതാണ്. സപ്തഹേമവർണ്ണാഭ തസ്മാൽ കോട്യോ ദശച്യുതാം കൈലാസശിഖിരേഭ്യശ്ച സിംഹകേസരവർച്ചസാം തഥാ കോടിസഹസ്രാണി വാനരാണം സമാഗമൻ. 1000 കോടിയൊക്കെ വാനരന്മാർ എത്തിച്ചേർന്നതാണ്. വിന്ധ്യാത് വാനരകോടീനാം, വിന്ധ്യപർവ്വതത്തിൻ്റെ ഭാഗത്തുനിന്ന് കോടിക്കണക്കിന് വാനരന്മാർ വന്നു. പാലാഴിയുടെ തീരത്തിൽ നിന്ന് വന്നത് എത്രയാണെന്ന് കണക്ക് തന്നില്ല. ഇതൊക്കെയാണ് വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. ഹിമോത്പാർശ്വത്തിൽ നിന്ന് വാനരന്മാരെ തിരക്ക് കൂട്ടാൻ വേണ്ടി ചിലരെ പറഞ്ഞയച്ചു. മഹേശ്വരം എന്ന മനോഹരമായ യജ്ഞം നടന്ന സ്ഥലത്തു നിന്നാണ് കുറേ വാനരന്മാർ പുറപ്പെട്ടത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയുന്നിട്ട് ഈ വാനരന്മാരൊക്കെ വരുമ്പോൾ കിഷ്കിന്ധയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ രാജാവായി വാഴിക്കപ്പെട്ടിട്ടുള്ള ആളാണ് സുഗ്രീവൻ. ഇപ്പോൾ രാജാക്കന്മാരൊക്കെ കാണുമ്പോൾ ഉപഹാരങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് അനേക വസ്തുക്കൾ തങ്ങളുടെ പ്രദേശത്ത്, തങ്ങൾ വസിക്കുന്ന പ്രദേശത്തുള്ള വിശിഷ്ടങ്ങളായ പഴങ്ങൾ അതൊക്കെ കൊണ്ടുവന്നിരുന്നതാണ്. അതൊക്കെ കേമായിട്ട് എടുത്തുകൊണ്ടുവന്നവർ. തസ്മാച്ച യജ്ഞായതനാൽ പുഷ്പാണി സുരഭീണിജ ആനിന്യുർ വാനരാഗത്വ സുഗ്രീവ പ്രിയ കാരണാത്. സുഗ്രീവന് പ്രിയമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കൾ ഉപഹാരമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് വല്ലു വന്നു ചേർന്നത്. അതൊക്കെ സുഗ്രീവൻ സ്വീകരിച്ചു.
അതിനുശേഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇനി കൊടുക്കാനിരിക്കുന്നേ ഉള്ളൂ. തൽക്കാലത്തേക്ക് രാമൻ്റെ അടുത്തേക്ക് പോയിട്ട് രാമൻ്റെ കൂടി അനുവാദത്തോടു കൂടി വേണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മണനോട് കൂടി പുറപ്പെട്ടു എന്നാണ്. അവരെ സലക്ഷ്മണോ ഭീമബലം സർവവാനര സപ്തമം അബ്രവീൽ പ്രച്ഛിതം വാക്യം സുഗ്രീവം സംപ്രഹർഷകൻ. സുഗ്രീവനെ സന്തോഷിപ്പിക്കത്തക്ക രീതിയിൽ ആ ലക്ഷ്മണനും പറഞ്ഞു. സുഗ്രീവൻ്റെ ഈ യത്നങ്ങളൊക്കെ കണ്ടു, വാനരന്മാരെയൊക്കെ സന്നദ്ധരാക്കി നിർത്തിയെന്നുണ്ടപ്പോൾ ലക്ഷ്മണൻ്റെ ക്രോധമൊക്കെ ശമിച്ചു. അദ്ദേഹം സന്തുഷ്ടനായിട്ട് പറഞ്ഞു നമുക്ക് പുറപ്പെടാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറപ്പെടുകയാണ്. സുഗ്രീവ പരമപ്രീതോ വാക്യമേതത് വാചക ഏവം ഭവതു ഗച്ഛാമ സ്ഥേയം ത്വച്ഛാസനേ മയാ. അങ്ങനെ നമുക്ക് രാമൻ്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വലിയ പല്ലക്ക് ഇരുത്തി. വാനരേശ്വരനായ വാനരന്മാരുടെ രാജാവാണ് സുഗ്രീവൻ. അതിൻ്റെ ഗാംഭീര്യത്തനുസരിച്ച് പല്ലക്ക് വരുത്തി ആ പല്ലക്കിൽ കയറി നിന്നിട്ട് ലക്ഷ്മണനോട് കൂടിയിട്ട് സൂര്യപ്രഭമായ തേരിലാണ് കയറിയത് എന്നാണ് വർണ്ണിക്കുന്നത്. പാണ്ഡുരേണ ആതപത്രേണ ധ്രിയമാണേന മൂർധനി ശുക്ലൈശ്ച ബാലവിജനൈ ധൂയമാനൈ സമന്തത. ശിരസിന് മുകളിൽ വെൺകൊട്ടക്കൊടയൊക്കെ പിടിച്ചു. രാജാവാണല്ലോ, ശംഖഭേരി നാദങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് രാമൻ വസിക്കുന്ന പ്രസവണപർവ്വതത്തിനടുത്തേക്ക് പുറപ്പെട്ടത്. അവിടെ എത്തിച്ചേർന്ന് ലക്ഷ്മണനോട് കൂടി പല്ലക്കിൽ നിറങ്ങിയിട്ട് രാമൻ്റെ അടുത്ത് ചെന്നിട്ട് ആ സുഗ്രീവൻ കൈകൂപ്പി നിന്നു. അപ്പോൾ രാമനും ഒരു സന്തോഷമായി. രാമൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തു ഇരിക്കുമെന്ന് ക്ഷണിച്ച് ഉപചാരങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ വീര, അങ്ങ് ധർമ്മം അർത്ഥം കാമം എന്നിവ വേണ്ടതുപോലെ സേവിക്കുന്നവനാണ് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് രാജാവും കൂടിയാണല്ലോ ഇപ്പോൾ സുഗ്രീവൻ. അതുകൊണ്ട് പറയാണ്, രാജധർമ്മത്തിനനുസരിച്ച് പറഞ്ഞാൽ ധർമ്മവും അർത്ഥവും വെടിഞ്ഞിട്ട് കാമത്തിൽ മുഴുകിയാൽ ആപത്തുണ്ടാവും. അത് വൃക്ഷക്കൊമ്പിൽ ഇരിക്കുന്ന ഒരാളെ പോലെയാണ്. പഴങ്ങളൊക്കെ തിന്ന് ആസ്വദിച്ച് വൃക്ഷക്കൊമ്പിന് ഉറങ്ങുന്നവൻ ചിലപ്പോൾ താഴെ വീണ അറിഞ്ഞൊന്നും വരില്ല. താഴെ വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ലൗകിക സുഖങ്ങളിൽ ഭ്രമിച്ച് കഴിയുന്നവൻ ധർമ്മത്തിൽ നിന്ന് പതിച്ചു പോകും. അതൊന്നും ഇല്ലാതിരിക്കണം എന്നൊക്കെ ഉപദേശിച്ചു. ഏതായാലും അങ്ങേക്ക് ഇതൊക്കെ വീണ്ടും കിട്ടിയല്ലോ, രാജ്യവും ഭാര്യയും ഭോഗങ്ങളൊക്കെ വീണ്ടും കിട്ടിയല്ലോ, എനിക്ക് സന്തോഷമുണ്ട് എന്ന് രാമൻ പറയുകയും ചെയ്തു. കാരണം നേരത്തെ കിഷ്കിന്ധയിലേക്ക് പോയതിന് ശേഷം രാമനും സുഗ്രീവൻ തമ്മിൽ 4 മാസത്തിന് ശേഷം ഇപ്പോഴാണല്ലോ കാണുന്നത്. അതുകൊണ്ട് പറയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി. ത്രിവർഗഫലഭോക്താജ രാജാ ധർമ്മേണ യുജ്യതേ. ധർമ്മം കൊണ്ടാണ് അകന്മാർ നിലനിൽക്കേണ്ടതെന്നൊക്കെയാണ് താല്പര്യം പറഞ്ഞത്. അതായത് അങ്ങനെയൊക്കെ ഉണ്ട്. സമയത്ത് ആ സുഗ്രീവൻ പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ പ്രത്യുപകാരം ചെയ്യാത്ത ഒരു നീചനായിപ്പോയി എന്നൊക്കെ തൽക്കാലത്ത് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഏതായാലും ഈ 100 കണക്കിന് വാനരന്മാർ, 100 കണക്കിനല്ല, 1000 കോടിക്കണക്കിനൊക്കെ വാനരന്മാർ തയ്യാറായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടതായ ഉപദേശങ്ങൾ എന്താ നിർദ്ദേശം വെച്ചാൽ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. ശതസഹസ്രൈശ്ച വർത്തന്തേ കോടിഭിസ്തത ഐതൈശ്ച ആവൃതാവീര ശംഖുഭിസ്തവരന്തമ അർബുദശതൈർ മധ്യശ്ച അന്ത്യശ്ച വാനര എന്നൊക്കെയാണ് പറഞ്ഞത്. 100 കണക്കായും 10,000 കണക്കായും ലക്ഷക്കണക്കായും കോടിക്കണക്കായുള്ള വാനരന്മാർ വന്നിട്ടുള്ളതാണ്. ആകെ കൂടി 10 കോടി ഉണ്ടെന്നും 100 ലക്ഷം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സംഖ്യകളൊക്കെ വളരെ വലിയ സംഖ്യകളാണ് പറഞ്ഞത്. ഇത്രയൊക്കെ അല്ലതാ അങ്ങയുടെ ആജ്ഞ നിറവേറ്റാതൊക്കെ വന്നു നിൽക്കുകയാണെന്ന് സുഗ്രീവൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാമൻ സന്തോഷമായി. രാമൻ പറഞ്ഞു, അങ്ങുമായിട്ടുള്ള സൗഹൃദം കൊണ്ട്, അല്ലയോ സുഗ്രീവ, എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഞാൻ ആ രാവണനെ വധിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആത്മവിനാശത്തിന് വേണ്ടിയിട്ടാണ് ആ രാവണൻ എൻ്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയത്. പണ്ട് ഇന്ദ്രൻ്റെ ഭാര്യയായ ഇന്ദ്രാണിയെ പണ്ട് അനുഹ്ലാദൻ എന്ന് പറയുന്ന ഒരു അസുരൻ വഞ്ചിച്ച് തൊട്ടി പോയിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഈ പാപം ചെയ്യുന്നവനായ രാവണൻ ചെയ്തിട്ടുള്ളത്. അതായത് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, നദിരാത്തം വധിഷ്യാമി രാവണൻ നിശിതൈശ്വരൈ, അങ്ങനെയുള്ള രാവണനെ വലിയ കാലതാമസമില്ലാതെ ഞാൻ വധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ദിക്ക് മുഴുവൻ കുലിക്കുന്ന പോലെ അട്ടഹസിക്കുന്നവരായ ഈ വാനരക്കൂട്ടത്തൊക്കെ കണ്ടു. അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന് സുഗ്രീവൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. അത് കുറേ വാനരന്മാരെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്.
അത് നമ്മളിപ്പോൾ വിസ്തരിച്ച് പറയേണ്ടതില്ല. അത്രയധികം പ്രസിദ്ധരായ വാനരന്മാരുടെ പേരൊക്കെ പറയുന്നത്. കാരാപിതാവുണ്ടായിരുന്നു, രുമയുടെ പിതാവുണ്ടായിരുന്നു, പ്രതാപവാന്മാരായിട്ട് കേസരി, ഹനുമാൻ്റെ പിതാവായ കേസരി, പിന്നെ ധൂമ്രൻ, ഹരിയൂഥവൻ, നിഹീലൻ, ഗവയൻ, മൈന്ദൻ, വിവിധൻ, എരിമുഖൻ, അങ്ങനെ അനവധി ആൾക്കാർ, പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ പേരെടുത്ത് പറയുന്നുണ്ട്. ബ്രഹ്മപുത്രനായ സാക്ഷാൽ ജാമ്പവാൻ, വിക്രമനായ രുമണ്വാൻ, ഗന്ധമാദനൻ, പിന്നെ താരൻ, ഇങ്ങനെ അനവധി വാനരന്മാരൊക്കെ രാമന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞതാ ശരഭ കുമുദോ വന്യ വാനരോരം ഹേവജ ഏതേജ അന്യേജ ബഹവോ വാനര കാമരൂപിണ. ഇങ്ങനെ അനേകം ബഹവ ധാരാളം വാനരന്മാരുണ്ട്. ഇവരൊക്കെ കാമരൂപികളാണ്, ഇഷ്ടംപോലെ രൂപം സ്വീകരിക്കാൻ പറ്റുന്നവരാണ്. ഏത് പ്രദേശത്ത് യുദ്ധം ചെയ്യാൻ സന്നദ്ധരാണ്. പർവ്വതത്തിലായാലും ഗുഹയ്ക്കുള്ളിലായാലും നദിയിലായാലും ഒക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടതായ നിർദ്ദേശം കൊടുക്കാൻ വന്നു. അപ്പോൾ രാമൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ അല്ലയോ സുഗ്രീവ, ഇപ്പം യഥാർത്ഥത്തിൽ ഞാനല്ല പറയേണ്ടത്, അങ്ങാണ് പറയേണ്ടത്. കാരണം ഈ വാനരന്മാരൊക്കെ സുഗ്രീവന് കീഴിലുള്ളവരാണ്, സുഗ്രീവൻ്റെ പ്രജകളാണ്. അത് സീതയെ കണ്ടെത്തി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്നല്ലാതെ ഇപ്പോഴ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അങ്ങ് തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അങ്ങ് ഇവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ 4 ദിക്കിലേക്കും ആളെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. അതാണ് 40ാമത്തെ സർഗം മുതൽക്കുള്ള പറയുന്നത്. 40, 41, 42, 43 സർഗങ്ങളിലൊക്കെ കിഴക്ക് മുതൽക്ക് ഉള്ള ദിക്കുകളിലേക്ക് വാനരന്മാരെ പറഞ്ഞേക്കാൻ. അപ്പോൾ ഏതൊക്കെ വാനരന്മാർ ഏതൊക്കെ ദിക്കിലേക്ക് പോയി, അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെയാണ് പിന്നീട് വിസ്തരിച്ച് പറയുന്നത്. അപ്പോൾ 40ാമത്തെ സർഗത്തിൽ വിനതൻ എന്ന് പറയുന്നതായ വാനരനെ വിളിച്ചിട്ട് സുഗ്രീവൻ പറഞ്ഞു, നിങ്ങൾ കിഴക്കോട്ടേക്ക് സഞ്ചരിക്കുമോ, എല്ലാ ദിക്കിലും സീതയെ അന്വേഷിക്കുകയാണല്ലോ, അതിനു വേണ്ടിയിട്ട് അവരോട് പറയാൻ. അതാണ് അവിടെ പറയുന്നത്. ഏവമുക്തസ്തു സുഗ്രീവോ വിനതം നാമ യൂഥവം അബ്രവീദ്രാമസാൻ നിന്ദേ ലക്ഷ്മണസ്യ ധീമത. ലക്ഷ്മണൻ്റെയും രാമൻ്റെയും സന്നിധിയിൽ വെച്ചിട്ട് വിനതൻ എന്ന യൂഥവൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടം അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട് വാനരന്മാർ. അങ്ങനെയുള്ള വിനതനോട് പറഞ്ഞു, ഇപ്പോഴേ അങ്ങ് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, കിഴക്ക് ദിക്കിലേക്ക് പോകുന്നു. ശൈലാഭമേഘനിർഘോഷാമുർജിതം പ്ലവകേശ്വരം. ഇനി ആ കിഴക്ക് ഭാഗത്തേക്ക് എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണുന്നതെന്നാണ്. ഇവിടെയൊക്കെ വളരെ വിസ്തരിച്ചുള്ള പ്രകൃതി വർണ്ണനയും അന്നത്തെ ഭൂമിശാസ്ത്രം മുഴുവൻ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്ക് കിഴക്കിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ കിഴക്കൻ ദിക്കിലേക്ക് ഉദയപർവ്വതം വരെയുള്ള സ്ഥലങ്ങളൊക്കെ സുഗ്രീവൻ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാണുക, ഏതൊക്കെ നദികളാണ്, ഏതൊക്കെ പർവ്വതങ്ങളാണ്, അതൊക്കെ പറയുകയാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ ഈ സർഗങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ക്രിയാംശങ്ങളൊന്നുമില്ല, വർണ്ണനകളാണ്. അത് പറഞ്ഞു കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ഭാഗീരഥി നദി, സരയു, കൗശികി, കാളിന്തി, യമുനയുടെ ഉദ്ഭവസ്ഥലമായ പർവ്വതങ്ങൾ, സരസ്വതി നദി, സിന്ധു നദി ഒക്കെ കാണാമെന്നാണ്. പിന്നെ രാജ്യങ്ങളാകട്ടെ വിദേഹം, മാളവം, കാശികോസല രാജ്യങ്ങൾ, ഇതൊക്കെ കടന്നിട്ട് വേണം നിങ്ങൾ പറയാൻ. ഇവിടെയൊക്കെ ഏതേത് സ്ഥലങ്ങളിലുണ്ടോ, പർവ്വതങ്ങളായാലും ജനപ്രദേശങ്ങളായാലും തടാകങ്ങളായാലും കാടുകളായാലും ഇവിടെയൊക്കെ ഗുഹകളിലടക്കം നിങ്ങൾ വിസ്തരിച്ച് പരിശോധിക്കണം. സമുദ്രത്തിൽ മറഞ്ഞു കിടക്കുന്ന പർവ്വതങ്ങളുണ്ടാവും, പത്തനങ്ങളുണ്ടാവും, മന്ദരപർവ്വതത്തിൻ്റെ കൊടുമുടിയുണ്ട്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് വിടാതെ നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറയാൻ. ചില ചെവി ആവരണമാക്കുന്നവരാണ്, വലിയ ഓഷ്ടമുള്ളവരാണ്, വലിയ കർണം ചെവിയുള്ളവരാണ്, ചിലർ കിരാതന്മാരാണ്. അതായത് കിഴക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ പലതരത്തിലുള്ളവരാണെന്ന് പറയാം. ചില പച്ചമീൻ തിന്നുന്നവരാണ്, ചില ഹേമപ്രഭന്മാരാണ്, ചില പ്രിയദർശന്മാരാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാൻ. ഏതേഷാമാശ്രയാ സർവേ വിജയാ കാനനൗകസ ഗിരിരേഭ്യ ചഗമ്യന്തേ പ്ലവനേന രാം രത്നവന്തോ യവദ്വീപം സപ്തരാജ്യോപശോഭിതം സുവർണ രൂപ്യകദ്യൂപം സുവർണാകരമണ്ഡിതം. ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് വർണ്ണിക്കുന്നതാണ്. ചിലതിക്കൽ പിന്നെ ചാടിച്ചെല്ലാൻ പറ്റും, ചിലവക്കൽ ചങ്ങാടങ്ങൾ കെട്ടിയിട്ട് നദികളിലൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. ഈ പോകുന്ന പ്രദേശങ്ങളിൽ യവദ്വീപം, സ്വർണ്ണഖനിയുള്ളതായ സുവർണ രൂപ്യക ദ്വീപം, യവനദ്വീപം എന്നിവയുണ്ട്. ഇതൊക്കെ കടന്നിട്ട് വേണം പോകാൻ. ഇവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ അന്വേഷിക്കണമെന്ന് ആവർത്തിച്ച് പറയാൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ
അവിടെ ഗംഭീരമായ ഒരു ചെങ്കടലുണ്ട്. ചെങ്കടൽ കിടന്നു കഴിഞ്ഞാൽ ശാൽമലിയുണ്ട്. അത് കഴിഞ്ഞാൽ ഗരുഡൻ്റെ വാസസ്ഥലമുണ്ട്. വൈനതേയ ഗൃഹം എന്നാണ്. വൈനതേയ തതശൈലസ ഭീമ സന്ദേഹ മന്ദേഹ നാമ രാക്ഷസ. അതിനപ്പുറത്തായിട്ട് മന്ദേഹന്മാർ എന്ന് പറയുന്ന അസുരന്മാർ, രാക്ഷസന്മാരുണ്ട്. അവർ ഭീമാകാരന്മാരാണ്. ഗിരിശൃംഗങ്ങളിൽ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഈ രാക്ഷസന്മാർ ദിവസം തോറും സൂര്യോദയത്തിൽ ബ്രഹ്മതേജസ് അടിച്ചും സൂര്യൻ്റെ താപമേറ്റും വെള്ളത്തിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. വീണ്ടും പൊങ്ങി വന്നിട്ട് തൂങ്ങിക്കിടക്കും എന്നർത്ഥം. ഈ മന്ദേഹന്മാർ എന്ന രാക്ഷസന്മാർ സൂര്യനെ ആക്രമിക്കുന്നതിൽ നിന്ന് സൂര്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് രാമൻ്റെ സന്ധ്യാവന്തന സമയത്ത് സൂര്യന് നേർക്ക് അർഘ്യം അർപ്പിക്കുന്നതെന്നൊക്കെ വൈദികമായ സങ്കല്പമുണ്ട്. ഗായത്രി മന്ത്രം ചൊല്ലി കയ്യിൽ വെള്ളമെടുത്തിട്ട് സൂര്യന് നേർക്ക് അർപ്പിക്കുന്നത്, ഈ വെള്ളത്തുള്ളികളെ ഇട്ടിട്ട് ഈ മന്ദേഹന്മാർ സൂര്യനെ വിട്ടുപോകുന്നതാണ് സങ്കല്പം. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് കഴിഞ്ഞാൽ പിന്നെ ഋഷഭപർവ്വതം കാണാം. അതിനപ്പുറത്തായിട്ടൊരു സരസ്സുണ്ട്, അതിന് സുദർശനം എന്നാണ് പേര്. ഇതൊക്കെ കുറേ വിവരണങ്ങൾ മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉദയപർവ്വതത്തിനടുത്തെത്തും. ഉദയപർവ്വതത്തിൻ്റെ മേലെയാണ് സൂര്യൻ ഉദിച്ചു പോകുന്നതെന്നാണ് പഴയൊരു സങ്കല്പമാണ്. അപ്പോൾ ആ ഉദയപർവ്വതം വരെയുള്ള പ്രദേശത്തെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. അവിടുത്തെ വരെയുള്ള ഏതാവത് വാനര ഈ ശക്യം ഗന്ധും വാനര പൊങ്കവ. ഈ ഉദയപർവ്വതം വരെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ശക്യം ഗന്ധും എല്ലാം സാധിക്കും എന്നർത്ഥം. അത്രയും ദൂരങ്ങളിലൊക്കെ എല്ലാ സ്ഥലത്തും ചെന്ന് നോക്കൂ. അവിടെയൊക്കെ നിങ്ങൾ ജാനകി അന്വേഷിക്കുമോ. അഭാസ്കരം അമര്യാദം ജാനീമസ്തം ബലം. പിന്നെയുള്ള സൂര്യനില്ലാത്ത ലോകങ്ങളാണ്. ഉദയപർവ്വതം വരെ നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. അവിടെയൊക്കെ ഊർധ്വം മാസ അന്നവസ്തവ്യ. എന്നിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ വെറുതെ അന്വേഷിച്ച് നടന്ന് സമയം കളയരുത്. ഒരു മാസത്തിലുണ്ടെങ്കിൽ തിരിച്ചു വരണം. കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ ഇതൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം. അങ്ങനെ സമയം കഴിഞ്ഞിട്ട് വരുന്ന ആളുടെ വധിക്കും എന്നൊക്കെ നേരത്തെ പറഞ്ഞതൊക്കെ ആവർത്തിച്ചു. അതിൽ പറയാണ്, മഹേന്ദ്രകാന്തം വനഷണ്ഡമണ്ഡിതം ദിശഞ്ചരിത്വാ നിപുണേന വാനര അവാപ്യ സീതാം രഘുവംശജപ്രിയാം തതോ നിവൃത്ത സുഖിനോ വിശ്വഥാം. ഞങ്ങൾ ആ സീതാപതിയെ രാമപത്നിയായിരിക്കുന്ന സീത ഇവിടെയൊക്കെ അഞ്ഞിട്ട് തിരിച്ചു വരണം. അങ്ങനെ സീതയെ കണ്ടെത്തിയിട്ട് കൃതാർത്ഥന്മാരായി തീരട്ടെ എന്ന് പറഞ്ഞ് അയച്ചു. പിന്നീട് നീലൻ എന്ന വാനരനെ പ്രധാന മുഖ്യനായുള്ള, ഇയാളെ മുഖ്യനായുള്ളൂ എന്നർത്ഥമില്ല, അനവധി വാനരന്മാർ പോകുന്നുണ്ട്. അതിൽ ഒരാളെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ തെക്ക് ഭാഗത്തേക്ക് അയക്കുന്നത് നീലൻ മുതലായിരിക്കുന്ന ആളെയാണ്. നീലമഗ്നിസുതൻ ജൈവ ഹനുമന്തൻ വാനരം. നീലാദികൾ എന്ന് പറയാം. നീലൻ മുതലായിരിക്കുന്ന വാനരന്മാരോട്, അവിടെ ഹനുമാനൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ പറഞ്ഞു വെച്ചത് തെക്കോട്ടേക്കാണ്. പിതാമഹസുതൻ ജൈവ, പിതാമഹസുതൻ സാക്ഷാൽ ജാമ്പവാനാണ്. അപ്പോൾ ജാമ്പവാൻ, ഹനുമാൻ, അഗ്നിയുടെ പുത്രനായ നീലൻ, പിന്നെ ശരാരി, ഇങ്ങനെയൊക്കെയുള്ളവരെ വിളിച്ചിട്ട്, പിന്നെ ഗജം ഗവാക്ഷം ഗവയം എന്നൊക്കെ പറഞ്ഞു, ഗജൻ ഗവയൻ ഗവാക്ഷൻ മുതലായവരൊക്കെ വിളിച്ചിട്ട് തെക്ക് ഭാഗത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചു. നിങ്ങളൊക്കെ തെക്ക് ഭാഗത്തേക്ക് പോകൂ എന്നാണ്. ഇനി തെക്ക് ഭാഗത്തേക്കാകട്ടെ അവിടെയുള്ള സ്ഥലങ്ങളെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതിദുർഗമങ്ങളായ സ്ഥലങ്ങളാണ്. നാനാതരത്തിലുള്ള വൃക്ഷലതാദികളുള്ള വിന്ധ്യപർവ്വത നാടുണ്ട്. 1000 കൊടുമുടികളോടുകൂടി നിൽക്കുന്നതാണത്. പിന്നീട് പെരുമ്പാമ്പുകളുള്ളതാണ് എന്നൊക്കെ അതിൻ്റെ ഭീകരതയും മനോഹാരിതയും ഓരോരോ പ്രദേശത്തിൻ്റെയും ശ്രദ്ധിക്കേണ്ട സംഗതികളൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അശ്വന്തി, അവന്തി, വിദർഭം, ഋഷീകം മുതലായ വലിയ വലിയ രാജ്യങ്ങളുണ്ട്. പങ്കം, കലിംഗം, കൗശികം മുതലായ രാജ്യങ്ങളുണ്ട്. പിന്നെ പർവ്വതങ്ങളുണ്ട്, ഗോദാവരി മുതലായ നദികളുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു ധാതുക്കളാൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ട്. പിന്നെ ധാതുക്കളാശോഭിതമായ പ്രദേശങ്ങളുണ്ട്. അങ്ങനെ ബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാവേരി നദിയുടെയും മലയോരത്തിനടുത്ത് സാക്ഷാൽ അഗസ്ത്യ മഹർഷിയെ കാണാൻ കഴിയും. അതും വിട്ടിട്ട് പോയിട്ട് താമ്രവർണ്ണി മുതലായ നദികളൊക്കെ കടഞ്ഞ്, ഈ താമ്രവർണ്ണി വളരെ അപകടകരമാണ്, ധാരാളം മുതലകളുള്ള സ്ഥലമാണെന്നൊക്കെ അവർക്ക് നിർദ്ദേശം കൊടുത്തു. ഇങ്ങനെ കുറേ ശ്ലോകങ്ങളിലായിട്ടാണ് ഇതൊക്കെ വർണ്ണിക്കുന്നത്. ഇതൊക്കെ സ്ഥലനാമങ്ങളും അവിടെയുള്ള പ്രത്യേകതകളും പറയുക കാര്യമായി ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെന്ന് അവർക്ക് എന്ത് ചെയ്യാം, ദക്ഷിണസ്യ സമുദ്രസ്യ മധ്യേ ദോസി രാക്ഷസ. ആ ദക്ഷിണ ഭാഗത്ത് സമുദ്രമുണ്ട്. അവിടെ അങ്കാരകേരി വിഖ്യാത ഛായാമാക്ഷിപ്യ ഭോജിനി. ആ ദക്ഷിണ സമുദ്രത്തിൽ അങ്കാരക എന്ന് പേരുള്ള ഒരു രാക്ഷസിയുടെ നിഴലുണ്ട്. അവൾ നിഴല് പിടിച്ച് ജീവികളെ ആഹരിച്ചാണ്. നമ്മൾ സുന്ദരകാണ്ഡത്തിൽ കാണും. ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന സമയത്ത്
നിഴൽ പിടിച്ച് തിന്നുകളയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം കാണാം. ഒക്കെ ആ വിശദങ്ങളൊക്കെ അവിടെ കാണാം. ഇങ്ങനെ പോയിട്ട് പറഞ്ഞു അവിടെ വെളുത്തൊരു വെള്ളിക്കെടുമുടിയുണ്ട്, അതിനെ ചന്ദ്രൻ സേവിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അതിനെ കാണാൻ കഴിയില്ല. കൃതജ്ഞന്മാർക്കും നശംസന്മാർക്കും കാണാൻ സാധിക്കാത്തതാണ് ആ പർവ്വതം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിക്കിലും നന്നായി തിരയണം എന്ന് ആവർത്തിച്ച് പറയാൻ. ദുസ്തരമായ വഴികളാണ്, അവിടെയൊക്കെ ചെന്നിട്ട് ആ ദേവിയെ കണ്ടുപിടിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൃതാർത്ഥമാവും. നിങ്ങൾ രാമന് വേണ്ടി ചെയ്യേണ്ടതായ ചെയ്തു കൃതാർത്ഥരായി തീരാം. മറ്റുള്ളവരോടൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തിനിടയ്ക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. പിന്നീട് സുഷേണൻ മുതലായ വാനരന്മാരെ വിളിച്ചിട്ട് അവരോട് പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആജ്ഞാപിക്കാൻ. അതാണ് 42 സർഗത്തിലുള്ളത്. ഇവിടെയൊക്കെ ഞാൻ പ്രാവശ്യം പറഞ്ഞ പോലെ ദീർഘമായ വിവരണങ്ങളാണ്. ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ ക്രിയാഭാഗങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല എന്നർത്ഥം. താരയുടെ പിതാവും കൂടിയാണ് സുഷേണൻ. താരായാപിതരൻ രാജ ശ്വശുരം ഭീമവിക്രമം. ഭാര്യയുടെ അച്ഛനാണല്ലോ. ബാലിൻ്റെ ഭാര്യയാണ് താരയെങ്കിൽ ഇപ്പോൾ സുഗ്രീവൻ്റെ ഭാര്യൻ്റെ അച്ഛനാണെന്ന് പറയാൻ കാരണം സുഗ്രീവൻ താരയെ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് താരായ അപിതരൻ രാജ ശ്വശുരം ഭീമവിക്രമം അബ്രവീത്. അദ്ദേഹത്തോട് തൊഴുകയോട് കൂടിയിട്ട് പറഞ്ഞു. ഈ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനെ പറ്റി പറയാൻ മഹർഷിപുത്രം മാരീചം അവരോടൊക്കെ ഇതിലൊക്കെ ഉള്ളതായ മരീചി മഹർഷിയുടെ പുത്രനായിട്ട് മഹാകവിയായിട്ട് ശൂരകവിവന്മാരിൽ ചുറ്റപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ആളാണ്. അർച്ചന്മാരാണ്. അങ്ങനെയുള്ള പ്രതീതി ദിക്കിലേക്കാണ് അവരെ അയച്ചത്. കുറേ വാനന്മാരെ വിളിച്ചിട്ട് പറയാണ്. പിന്നെ അവിടെയുള്ള പ്രദേശങ്ങൾ, ആരണ്യങ്ങൾ, കൊടുങ്കാടുകൾ, മലകൾ, മരുഭൂമി, അങ്ങനെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ തിമിംഗലങ്ങളും നഖരങ്ങളും നിറഞ്ഞതാണ് ആ സമുദ്രം, പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രം. അവിടെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് സഞ്ചരിക്കേണ്ടത്. കടൽക്കരയിലുള്ള പർവ്വതങ്ങളുണ്ട്, വനങ്ങളുണ്ട്, മുരജീപത്തൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നദികളൊക്കെ സാഗരത്തോട് ചേരുന്ന അഴിമുഖ പ്രദേശങ്ങളുണ്ട്. അവിടെ മലകളിലൊക്കെ ആയിട്ട് ചിറകാർന്ന സിംഹങ്ങളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. സിംഹപ്പക്ഷികൾ എന്ന് പറയപ്പെടുന്നതായ പക്ഷികളുണ്ട്. ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എണ്ണി പറഞ്ഞു. അത്രയൊക്കെ നമ്മൾ വിസ്തരിക്കേണ്ടതില്ല. അങ്ങനെ വിസ്തരിക്കാൻ ഓരോ ശ്ലോകവും ചൊല്ലി പറയണം. അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ദുർദർശാം ഭാര്യാത്രസ്യ ഗത്വാ ലക്ഷ്യസ്യ വാനര കോട്യസ്തത്ര വിംശൻ ഗന്ധർവാണന്തരസ്വിനം. ആ പ്രദേശങ്ങളിൽ പാരിയാത്ര എന്ന് പറയുന്നൊരു മലയുണ്ട്. അത് വളരെ സ്വർണ്ണമയമാണ്, 100 യോജന വിസ്തൃതിയുള്ളതാണ്. അവിടെ ബലശാലികളായ ഗന്ധർവന്മാർ 24 കോടി ഉണ്ട് എന്നാണ്. 24 കോടിസ്തത്ര ചതുർവിംശൽ, 24 കോടി ഗന്ധർവന്മാരുണ്ട്. അതൊക്കെ കടഞ്ഞു കഴിഞ്ഞാൽ പ്രാഗ്യോതിഷം എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ ദുഷ്ടനായിരിക്കുന്ന നരകൻ എന്ന് പറയുന്നൊരു അസുരനുണ്ട്. നരകാസുരൻ പ്രഖ്യാതനാണ്. ആ നരകാസുരൻ്റെ സ്ഥലമാണ് പ്രാഗ്യോതിഷം. അവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ സർവ്വസൗവർണം എന്ന് പറയുന്നതായ പർവ്വതമുണ്ട്. ഇങ്ങനെ ഓരോന്നിനെയും പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു മേരുരുത്തര പർവ്വത, മേരുവിൻ്റെ ഉത്തരഭാഗത്തുള്ള പർവ്വതമുണ്ട്. മധ്യത്തിലായിട്ട് ഉത്തമ പർവ്വതമായിരിക്കുന്ന മേരു അതാണ്. മേരുവിൽ ഉത്തമ പർവ്വതമാണ് മേരുപർവ്വതം. മേരുപർവ്വതം ദേവന്മാരുടെ ആവാസ കേന്ദ്രമാണ്. ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു അവിടെയുള്ള വർണ്ണങ്ങളെ പറ്റി. മേരുസാവർണിരിത്യേഷ ഖ്യാതോ വൈ ബ്രഹ്മണാസമ. വീണ്ടും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മേരുസാവർണി എന്ന് പറയുന്ന ആൾ വസിക്കുന്നതായ തുല്യമായ വിഖ്യാതം വസിക്കുന്ന സ്ഥലത്തെത്തിത്തീരും. ഒക്കെ ഇവിടെയൊക്കെ പർവ്വതങ്ങളും നദികളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഏതാവത് വാനര നിങ്ങളങ്ങനെ എന്ത് ചെയ്യണം, ഗന്ധും വാനരപുങ്കവ, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്നർത്ഥം. പോകാൻ സാധിക്കാവുന്നിടത്ത് വരെ വയ്ക്കണം. അവിടെ നിന്നുണ്ട് ബ്രഹ്മാവിന് തുല്യനായിരിക്കുന്ന തേജസ്സാർജിച്ചിട്ട് ഈ മേരുസാവർണി വസിക്കുന്നുണ്ട്. അവിടുത്തെ വരെ നിങ്ങൾക്ക് പോകാൻ കഴിയും. അതിനപ്പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രണമിച്ചിട്ട് മൈഥിലിയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിക്കണം. മേരുസാവർണിയോട് ചോദിക്കണം എന്ന് പറയാൻ. ഇങ്ങനെ അവിഖ്യാതനായിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് ചോദിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചു വരാം. നേരത്തെ എല്ലാവരോടും പറഞ്ഞതുപോലെ മാസത്തിനിടയ്ക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. പിന്നീട്
വടക്ക് ദിക്കിലേക്ക്, ഇപ്പോൾ കിഴക്കും തുടങ്ങിയാണ്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വടക്കേ ദിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശതബരി മുതലായിരിക്കുന്നവരെ ഏൽപ്പിച്ചു. ആ വടക്കേ ദിക്കിലുള്ള പർവ്വതങ്ങളെയും അവിടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയുള്ള പ്രദേശങ്ങൾ എന്തൊക്കെയാണ്? പുളിന്ദദേശം, ശൂരസേനം, കുരുരാജ്യം, മദ്രരാജ്യം, കാംബോജം മുതലായ രാജ്യങ്ങളൊക്കെ ഈ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ പെടുന്നതാണ്. അവിടെയൊക്കെ ധാരാളം നഗരങ്ങളും ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ വേണ്ടതുപോലെ പരിശോധിക്കണം. പാറ്റോറ്റി, പത്മം മുതലായിരിക്കുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ്, ദേവദാരുക്കൾ നിറഞ്ഞതായ വലിയ കാടുകളുണ്ട്. അങ്ങനെ സഞ്ചരിച്ച് പല ദിക്കിലും അന്വേഷിച്ചിട്ട് നിങ്ങൾ സുദർശന പർവ്വതത്തിലേക്ക് കടക്കണം. അവിടെ ദേവസഖം എന്ന് പേരായിട്ട് നാനാപക്ഷി സങ്കേതമായ ഒരു വലിയ വൃക്ഷമുണ്ട്. ഇതിനൊക്കെ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു അവിടെ കുബേരഭവനം വടക്ക് ഭാഗത്താണ്. വിശ്വകർമാവ് നിർമ്മിച്ചതായ കുബേരൻ സാക്ഷാൽ വൈശ്രവണനാണ്. വൈശ്രവണൻ്റെ ആസ്ഥാനം വടക്കാണ്. പിന്നെ വിശാല നളിനീയത്ര പ്രഭൂതകമലോൽപലാഹംസകാരണ്ടവാകിർണ അപ്സരോഗണ സേവിത. അതിവിസ്തൃതമായ താമരപ്പൊയ്യുണ്ട് ആ ഭാഗത്ത്. അവിടെ താമരയും ആമ്പലുണ്ട്. തീരങ്ങളിലൊക്കെ അരയന്നവും നീർക്കോഴികളൊക്കെ നദിയിലും തീരത്തുമായിട്ട് കാണാം. അവിടെ വൈശ്രവണ ഏമനായിരിക്കുന്ന ആളാണ്, ധനധനാണ്, സമ്പത്ത് കൊടുക്കുന്നവരാണ്, സമ്പത്തിൻ്റെ അധിപനായിരിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്രൗഞ്ചപർവ്വതം ഉണ്ട്. ക്രൗഞ്ചപർവ്വതത്തിൻ്റെ ദുർഗമങ്ങളായ ഗുഹകളാണുള്ളത്. ഇങ്ങനെ ഓരോന്നിനായിട്ട് പറഞ്ഞു. ആ ക്രൗഞ്ചഗിരിയിലെ ഓരോ ഇടത്തും സാനുപ്രദേശങ്ങളിലും ഒക്കെ നിങ്ങൾ സീതയെ തിരയണം. ക്രൗഞ്ചപർവ്വതം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മൈനാകമാണ്. അവിടെയാണ് സാക്ഷാൽ മയൻ, ദാനവേശനായ മയൻ്റെ സ്ഥലമാണ്. അവിടെ അശ്വമുഖികളായിട്ട് കിന്നര സ്ത്രീകളുണ്ട്. അത് കിടന്ന സിദ്ധന്മാർ ഇരിക്കുന്നതായ പ്രദേശങ്ങളുണ്ട്. കുബേരൻ്റെ വാഹനമായ സാർവഭൗമം എന്നൊരു ആന എപ്പോഴും അവിടെ കാണാം. പിടിയാനകളോടുകൂടി ഇരിക്കുന്ന ആനയെ കാണാൻ സാധിക്കും. പിന്നെ ശൈലോദ എന്ന് പറയുന്നതായ ഒരു പുഴയുണ്ട്. അതിൻ്റെ തീരങ്ങളിൽ കീചകം എന്നു പേരുള്ളതായ ഒരു മുള ഉണ്ട്. മുള, പലതരം മുളകളുണ്ട്. അതിലൊരു തരം മുളയുടെ പേരാണ് കീചകം. ആ കീചകം എന്ന് പറയുന്ന മുളകൾ വളർന്നു വരുന്ന സ്ഥലം കാണാം. ഇങ്ങനെ പറഞ്ഞ് അനവധി പ്രദേശങ്ങളുടെയും അവിടുത്തെ പ്രത്യേകത പറഞ്ഞു. ഇങ്ങനെ അങ്ങ് ചെന്നിട്ട് നിങ്ങൾ ആ പ്രദേശങ്ങളിൽ മുഴുവൻ അന്വേഷിക്കണം. എന്നിട്ട് വരൂ. സോമഗിരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ദേവന്മാർക്ക് കൂടി ചെല്ലാൻ പറ്റാത്ത സ്ഥലമാണ് അവിടുത്തെ വരെ നിങ്ങൾക്ക് പോകാൻ നടത്തും വടക്ക് ഭാഗത്തേക്ക്. ആ സോമഗിരിൻ്റെ അപ്പുറത്തേക്ക് അതിക്രമിച്ച് കയറാൻ ആർക്കും സാധിക്കില്ല. ദേവന്മാർക്ക് പോലും പോകാൻ വിഷമാണ്. ഭഗവാൻ തത്ര വിശ്വാത്മാ ശംഭുരേകാദശാത്മക ബ്രഹ്മാവസതി ദേവേശോ ബ്രഹ്മർഷി പരിവാരിത ന കഥഞ്ചന ഗന്തവ്യം കരുണാമുത്തരേണ വാ അന്യേഷാമപി ഭൂതാനം അനുക്രാമതി വൈഗതി എന്ന് പറഞ്ഞു. സഹി സോമഗിരിർനാമ, അങ്ങനെയാണ് സോമഗിരി എന്നുള്ള പേരുള്ളതാണ്. ദേവന്മാർക്ക് പോലും ഇതിനെ അതിക്രമിച്ച് കിടക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ വാനന്മാരുടെ കാര്യം പറയാനില്ല. അതുവരെ ചെല്ലൂ. ഏതാവൽ വാനരൈകന്തും അവിടുത്തെ വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അവിടെ മുഴുവൻ എന്ത് ചെയ്യൂ, നിങ്ങൾ അന്വേഷിച്ച് നടക്കൂ. സർവമേതം വിജത്യേവം, ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിക്കിലും അന്വേഷിക്കൂ. എന്നിട്ട് അവരനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഓരോ ദിക്കിലേക്ക്, ഓരോ ദിശയിലേക്ക് പോകുന്ന ആളുകളോടും പറഞ്ഞു നിങ്ങൾക്ക് ആ സീതയെ കാണാൻ കഴിയട്ടെ. തഥ കൃതാർത്ഥാസഹിതാസബന്ധവ, അങ്ങനെ സീതയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃതാർത്ഥന്മാരായി ബന്ധുക്കളോടുകൂടി തിരിച്ചു വരാം. മയാർത്തിത സർവഗുണൈർമനോരമൈ ചരിഷ്യതോർവിം പ്രതി ശാന്തശാസ്ത്രവ സഹപ്രിയ ഭൂതധരാവളവംഗമ. അതിനുമേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീതയെ കണ്ടെത്തിയതിന് ശേഷം അവർ സന്തോഷമായിരിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പറഞ്ഞേക്കാൻ. ഇങ്ങനെ 4 ദിക്കിലേക്കുള്ള ആൾക്കാരെയും പറഞ്ഞേച്ചു കഴിഞ്ഞു. അതിനുശേഷം അവരുടെ യാത്രയും അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളും അവരുടെ ഗംഭീരമായ യാത്രാ സംരംഭങ്ങളൊക്കെയാണ് പിന്നീട് വർണ്ണിക്കുന്നത്. പിന്നീട് ഓരോ ദിക്കിലും പോയ വാനരന്മാരെന്തൊക്കെ കണ്ടു. അങ്ങനെ അതിൽ അനുമതാദികളാണ് ആ സമുദ്രം കടന്ന് സീതയെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. ആ ഭാഗങ്ങളൊക്കെയാണ് ഇനിയുള്ള ഭാഗങ്ങൾ. ഇപ്പോൾ പറഞ്ഞ ഈ ഭാഗങ്ങളൊന്നും നേരത്തെ പറഞ്ഞ പോലെ കഥാംശങ്ങളൊന്നും കാര്യമായിട്ടില്ല. കുറേ സ്ഥലനാമങ്ങൾ പറയുകയും പർവ്വതങ്ങളെ നദികളൊക്കെ പറഞ്ഞ് ഇതൊക്കെ കടന്ന് പോകണം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഉള്ള ഭാഗങ്ങൾ വാനരന്മാരുടെ വലിയ ബഹളത്തോടു കൂടിയുള്ള യാത്ര, അവരെന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ സമാപിപ്പിക്കുകയാണ്. നമസ്കാരം.